തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വാർത്തകൾ ചെയ്യുന്നതിനിടയിൽ തന്നെ രാഹുൽ ജി നാഥിനൊപ്പം നമ്മളോട് ഒരു രോഗിയുടെ ബന്ധു കൂടി ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. രാഹുൽ, എന്താണ് അവർക്ക് പറയാനുള്ളത്? എത്ര വലിയ അനാസ്ഥയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് സാധാരണ ജനങ്ങൾക്ക് എവിടെയും പോകാനാവതില്ലാത്ത, സാമ്പത്തികാവസ്ഥയില്ലാത്ത മനുഷ്യർക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ? മധു, 17-ാം തീയതിയാണ് ഈ നമുക്ക് മണ്ണന്തലയിലുള്ള അമ്മ, അമ്മയുടെ പേര് അംബിക എന്നാണ്. അംബിക എന്ന അമ്മ കാലിന് മുറിവുമായി ആശുപത്രിയിൽ എത്തുന്നത്. പിന്നീട് ഈ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് കുറേയധികം പ്രശ്നങ്ങളുണ്ടായി. ഒടുവിൽ സ്ട്രോക്ക് വന്നതിന് ശേഷമാണ് ഡിസ്ചാർജ് ഈ മകൻ ചോദിച്ചു വാങ്ങിച്ചിറങ്ങുന്നത്. എൻ്റെ ഇപ്പോൾ ഡിസ്ചാർജ് സമ്മറി ഉണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത് സിംറ്റമാറ്റിക്കലി ബെറ്റർ ഹെൻസ് ഡിസ്ചാർജ് എന്നാണ്. എന്നാൽ ഈ എന്ത് രോഗലക്ഷണവുമായി പോയോ അതെല്ലാം ഭേദപ്പെട്ടു, അല്ലെങ്കിൽ കുറേയധികം മാറി, അതുകൊണ്ട് ഡിസ്ചാർജ് ചെയ്തെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഗുരുതര ആരോപണങ്ങളാണ് മകന് പറയാനുള്ളത്. എന്താണെന്ന് നേരിട്ടത്? കാലിന് മുറിവുമായി 17-ാം തീയതി മെഡിക്കൽ കോളേജിൽ പോകുന്നു. അതിനുശേഷം എന്താ സംഭവിച്ചത്? 17-ാം തീയതി അവിടെ അമ്മയ്ക്ക് കാലിൽ ഈ സെല്ലുലൈറ്റീസ് എന്ന് പറയുന്നത് ഷുഗർ പേഷ്യൻസിന് വരുന്ന ഒരു ഇഞ്ചുറിയാണ്. അത് നല്ല രീതിയിൽ ഇൻഫെക്ഷനായി അതിന് വേദന സഹിക്കാൻ വയ്യാണ്ട് അമ്മ വിളിച്ച് ശ്വാസം മുട്ടലും കൂടി വന്നു. അങ്ങനെയാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നത്. പക്ഷേ ആ സമയത്ത് അമ്മ നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കുന്നത്, തനിയെ ആഹാരം കഴിക്കുന്ന വ്യക്തിയായിരുന്നു. അവിടെ കൊണ്ട് റെഡ് സോണിലേക്ക് ആക്കി അന്ന് ഒരു ദിവസം കാലിൽ ഡ്രസ്സ് ചെയ്തു. അപ്പോൾ എന്നിട്ട് അവർ പറഞ്ഞു വാർഡിലേക്ക് മാറ്റാം, സർജറി ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ, മെഡിസിനിലെ ഈ ശ്വാസം മുട്ടൽ അവിടെ മാറട്ടെ, സർജറി ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ വന്ന് അത് ഡോക്ടേഴ്സ് വന്ന് അത് നോക്കി അതിന് ട്രീറ്റ്മെൻറ്റ് നടത്തി ഡ്രസ്സിങ്ങും ചെയ്യാമെന്നും പറഞ്ഞു. പക്ഷേ അവിടെ ചെന്ന് പിറ്റേ ദിവസം അമ്മയുടെ കാലിൻ്റെ സ്കാനിങ്ങിന് എഴുതി തന്നു. 18-ാം തീയതി രാവിലെ ഒരു ഡോക്ടർ വന്ന്, അത് സർജറിയുടെ അല്ല, മെഡിസിൻ്റെ ഡോക്ടർ വന്ന് കാലിൽ സ്കാനിങ്ങിന് എഴുതി തന്നു. അപ്പോൾ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് സ്കാനിങ് റൂമിൽ ചെന്ന് പേപ്പർ കൊടുത്തേക്കും. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ 23-ാം തീയതി ഡേറ്റ് ഉള്ളൂ, അതിന് മുമ്പേ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിന് അത്രയ്ക്കും അവിടെ ബുക്കിംഗ് ആണ്, വേറെ ചെയ്യാൻ. പിന്നെ എമർജൻസി പേഷ്യൻസ് വരുന്നതുകൊണ്ട് അന്നേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. കാലിന് മുറിവിൻ്റെ അവസ്ഥയൊക്കെ അവർ കണ്ടിട്ടാണ് പറഞ്ഞത്. അതിൽ റിപ്പോർട്ടുണ്ട് സ്കാനിങ്ങിൽ, ഇന്ന ചെയ്യണം, ബ്ലോക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ബ്ലോക്ക് രക്തം കെട്ട പിടിച്ച് ഹാർട്ടിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം കണ്ടുപിടിക്കാനാണ് ഈ സ്കാനിങ്ങിന് പറഞ്ഞിരിക്കുന്നത്. ആ ശരി. എന്നിട്ട് ഞാൻ ചെന്ന് സൂപ്പറിനെ കണ്ട് സംസാരിച്ചിട്ടും അത് ഡേറ്റ് കിട്ടാൻ ചാൻസ് ഇല്ല, ആ ഡേറ്റിന് ചെയ്താൽ ഇപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ. 23-ാം തീയതി 8 മണിക്ക് ശേഷം ആഹാരവും ഭക്ഷണവും വെള്ളവും കൊടുക്കരുത്, അതിന് മുമ്പ് എന്തായാലും കൊടുത്തോളൂ. 11 മണിക്ക് 23 കൊണ്ടുവരാൻ പറഞ്ഞു. 10:45 ഞാൻ അമ്മയും കൊണ്ട് അവിടെ ചെന്നതാണ്. 2:45 മണി വരെ അവിടെ കിടത്തി. ലാസ്റ്റ് അമ്മയ്ക്ക് ചെറിയ വിറയൽ വന്നപ്പോൾ ഞാൻ ചെന്ന് പറഞ്ഞു, വിറയലുണ്ട്, ഷുഗർ പേഷ്യൻ്റാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ അവരെ ഞാൻ കുറ്റം പറയുന്നില്ല, അവിടുത്തെ സംവിധാനം അത്രയ്ക്കേ ഉള്ളൂ. കാരണം അവിടെ കാഷ്വാലിറ്റി പേഷ്യൻസ് വരുന്നുണ്ട്, ICU പേഷ്യൻസ് വരുന്നുണ്ട്, ക്രിട്ടിക്കൽ കേസ് പേഷ്യൻസ് വരുന്നുണ്ട്. അവരെല്ലാം സ്കാനിങ്ങിന് ഇടയ്ക്കിടയ്ക്ക് കയറ്റുകയാണ്. അതുകൊണ്ടാണ് ഇതാണ് സാഹചര്യം. ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആരോഗ്യ സംവിധാനങ്ങളെ ആശ്രയിക്കുന്ന മനുഷ്യർക്ക് പിന്നീട് എഴുന്നേറ്റ് നടക്കാൻ കഴിവതില്ലാതെ പോകുന്ന പ്രിയപ്പെട്ടവരെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്.